ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോളീസ് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. കണ്ണാടി ചെടികൾ, കൂർക്കച്ചെടി, മാസം മാറി, ഇങ്ങനെ ഒത്തിരി പേരുകൾ തന്നെ ഈ ഒരു പ്ലാന്റിനുണ്ട്. നല്ല അടിപൊളി ലീവ്സുകളായിട്ടുള്ള ഇഷ്ടം പോലെ കളറിൽ വരുന്ന നല്ലൊരു ഇലച്ചെടിയാണ് ഈ കോളീസ് പ്ലാന്റ്. ഇതിൽ ഓരോ പ്ലാന്റിന് തന്നെ വ്യത്യസ്ത തരം ഷെയ്ഡുകളാണ്, വ്യത്യസ്ത തരം കളറുകളാണ് ഒരു പ്ലാന്റിന് തന്നെ ഉള്ളത്. വല്ലാത്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സിൽ. ഓരോ പ്ലാന്റും ഒന്നിനൊന്ന് മെച്ചം തന്നെ എന്ന് പറയാം. അത്രയും കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് ഈ ഇലച്ചെടികൾ. വേനൽക്കാലത്ത് പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റാണിത്. ഇതിൻ്റെ കെയറിങ് ആണെങ്കിലോ വളരെ ഈസിയാണ്, സിമ്പിൾ കെയറിങ് ആണ്. ഇനി ഇതിൻ്റെ പോട്ടിമിക്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം. പോട്ടിമിക്സ് നമുക്ക് സിമ്പിളായിട്ട് ചകിരിച്ചോറൊന്നും അധികം ഇല്ലാതെ നോർമലി മണ്ണ് തന്നെ മതി. മണ്ണും കുറച്ച് എന്തെങ്കിലും ജൈവവളവും കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ പോട്ടിമിക്സ് റെഡിയാണ്. പിന്നെ ഓവറായിട്ട് വെള്ളം നിൽക്കാത്ത, വെള്ളം വാർന്നു പോകുന്ന മണ്ണാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 നേരം നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമ്മളെ പ്ലാന്റിന് ഗ്രോത്ത് കിട്ടും. നല്ല വെയിലുള്ള ടൈം, നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്താണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഇതിങ്ങനെ തണ്ട് ക്ഷീണിച്ചിരിക്കും. അപ്പോൾ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുന്നതോടുകൂടെ അത് പിന്നെയും ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം മറക്കാതെ 2 നേരം നനച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. വെയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെയിലിൽ വെക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ലീവ്സിന് നല്ല കളർ ഷെയ്ഡിലേക്ക് വരുന്നത്. പിന്നെ ചില പ്ലാന്റ്സുകൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, അതിൽ വ്യത്യസ്തമായ കളേഴ്സാണ് ഒരൊറ്റ പ്ലാന്റിൽ തന്നെ ഉള്ളത്. വ്യത്യസ്തമായ ലീവ്സ്, അതല്ലെങ്കിൽ ഒരു ലീഫിൽ ഡിഫറെൻറ്റ് കളേഴ്സ്, ഒരൊറ്റ പ്ലാന്റിൽ തന്നെ 3-4 കളർ ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ്സ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റൊക്കെ കണ്ടോ, ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പ് തന്നെ വല്ലാത്തൊരു അട്രാക്റ്റീവായിട്ടുള്ള ഷേപ്പാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പൂക്കളെക്കാളും അട്രാക്റ്റീവാണ് ഇതിൻ്റെ ലീവ്സ്. പൂക്കളെ വെല്ലുന്ന തരത്തിലുള്ള ഭംഗിയും നല്ല ഷെയ്ഡുകളൊക്കെയാണ് ഈ പ്ലാന്റ്സിന്. നല്ല രീതിയിൽ കട്ട് ചെയ്ത് പ്ലാന്റിനെ ബുഷിയാക്കി നിർത്തുകയാണെങ്കിൽ നമ്മളെ പൂന്തോട്ടത്തിൽ നമ്പർ 1 സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെർട്ടിക്കൽ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. 1-2 കമ്പുകൾ മാത്രം വെർട്ടിക്കൽ പോട്ടിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്കിതിനെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കാം. കട്ട് ചെയ്ത് നമ്മൾ ഷേപ്പാക്കി നിരത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് നിരത്താമെന്ന് നോക്കാം. ഈ ഒരു പോട്ട് കണ്ടോ, ഇതിൽ 2 കമ്പുകളാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് തന്നെയാണ് സൈഡിൽ വന്നതാണ്, പൊട്ടി വന്നതാണിത്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് നിർത്താം. കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ബുഷിയാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കമ്പുകൾ വന്നിട്ട് നമ്മളെ പ്ലാന്റ് നല്ല തിക്കായിട്ട് വരും. ഒരൊറ്റ കമ്പ് തന്നെ മതി, ഒറ്റ പ്ലാന്റ് മതി ഇതുപോലെ ബുഷിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ബുഷിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് നീളം വരുന്ന സമയമാകുമ്പോഴേക്കിന് ഇതുപോലെ പുതിയ തൈകൾ, പുതിയ സൈഡിൽ നിന്നുള്ള സ്റ്റെംസ് വരുന്ന ടൈമിൽ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അതിൽ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് നല്ല തിക്കായിട്ട് വരും. നമ്മൾ പ്ലാന്റിന് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും നീളം കൂടുന്ന ആ കമ്പിനെ മുറിച്ചിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. മുറിച്ച് പുതിയ തൈകളാക്കി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള പ്ലാന്റ് നല്ല ബുഷിയാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെടിയിൽ വന്നിരിക്കുന്ന പൂക്കൾ ഇതുപോലെ നുള്ളി കളയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൂവിൻ്റെ ഈ കമ്പുകൾ മുരടിച്ച് പോകാതെ നല്ല പുതിയ ലീവ്സിന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പൂക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ലീവ്സ് കുഞ്ഞു ലീവ്സുകളായിട്ട് മാറിയിട്ട് ചെടിക്ക് അത്ര തന്നെ ഒരു സ്ട്രോങ്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ എപ്പോഴും പൂക്കൾ കട്ട് ചെയ്ത് കളയാം, നുള്ളിയെടുത്ത് കളയാം. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ കോളീസ് പ്ലാന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.
ഇത്രയൊക്കെയാണ് അപ്പോൾ കോളീസ് പ്ലാന്റിൻ്റെ കെയറിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഗാർഡൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ചെടികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഗാർഡൻ റിലേറ്റ് ചെയ്ത എന്ത് സംശയങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.